മറ്റൊന്ന് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പരീക്ഷ എഴുതുന്ന എക്കണോമിക്സ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വരും. നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഞാൻ പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി വരാനുള്ള സാധ്യതയുണ്ട്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് MRSഉം MRTSഉം ആണ്. എന്താണ് MRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? MRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് MRTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പെട്ടെന്ന് പറയാം. MRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്. MRTS എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ഐസോകോണിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ MRS എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ അനദർ. അപ്പോൾ ഒരേ ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ MRTS എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ദ റേറ്റ് അറ്റ് വിച്ച് വൺ ഇൻപുട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ അനദർ. അവിടെയും സെയിം ലെവൽ ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് നമുക്ക് MRS എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് പറയാം. MRTS എന്ന് പറയുന്നതോ അത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് പറയാം. ഇനി MRS നമുക്ക് എങ്ങനെ കാണാം? ഒരു സിമ്പിൾ ഇക്വേഷൻ. MRS ഇപ്പോൾ MRS XY, എക്സും വൈയും കമ്മോഡിറ്റിയാണ്. അപ്പോൾ MRS XY കാണാൻ MUX ഡിവൈഡ് ബൈ MUY കണ്ടാൽ മതി. MUX എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X. MUY എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് Y. ഇനി MRTS എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ MPL ഡിവൈഡഡ് ബൈ MPK. എന്താണ് MPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ.